പെണ്ണും പൊറാട്ടും രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത ആദ്യ സിനിമ. ഏറെ കണ്ടുപരിചയമില്ലാത്ത തരം സിനിമയാണിത്. ഒരേ സമയം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കാഴ്ചപ്പാടിൽ കഥ പറയുന്ന സിനിമ. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പെണ്ണിൽ നിന്നും തുടങ്ങി ലഹളയിലൂടെ മുന്നോട്ട് പോകുന്നു. പട്ടട എന്ന ഗ്രാമമാണ് പൂർണ്ണമായും കഥാപശ്ചാത്തലം. ഇത് പാലക്കാട് തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു ഗ്രാമമാണ്. പിന്നെ ആ നാടിനെ നാട്ടുകാരെ എവിടെയും കണ്ടുപരിചയമില്ലാത്ത തരത്തിലാണ് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ആയുധങ്ങൾ, വാഹനങ്ങൾ, വീട്ടുപകരണങ്ങൾ, ചടങ്ങുകൾ എന്നിവയിലെല്ലാം നമ്മൾ കണ്ടുപരിചയമില്ലാത്ത കാഴ്ചകളാണ് പൂർണ്ണമായിട്ടും നമുക്ക് സിനിമ തന്നിട്ടുള്ളത്. പിന്നെ വയലൻസിൻ്റെ ഒരു അംശം തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മുടെ സിനിമയിലുണ്ട്. കെട്ടുപൊട്ടിച്ചോടുന്ന നായയ്ക്ക് പേയുണ്ടെന്ന സംശയത്തിൽ അതിനെ കൊല്ലാൻ ഓടിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അതേസമയം നായികയോട് കൺസെൻറ്റ് ചോദിക്കുന്ന നായകനെ ചോദ്യം ചെയ്യാൻ വരുന്ന മറ്റൊരു കൂട്ടം ആളുകൾ എന്നീ സാഹചര്യങ്ങൾ സമാന്തരമായി മുന്നോട്ട് പോവുകയും ഒരു അവസാനത്തിൽ എത്തുകയും ചെയ്യുന്നതാണ് സിനിമ എന്ന് വളരെ ചുരുക്കത്തിൽ പറയാം. പിന്നെ വയലൻസ് കൂടി വരുന്ന സന്ദർഭത്തിൽ മനുഷ്യർ മൃഗങ്ങളെപ്പോലെ പെരുമാറുകയും അതേസമയം യുക്തിപൂർവ്വം പെരുമാറുന്ന മൃഗങ്ങളെയൊക്കെ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഒരു സമയത്ത് ചങ്ങലയിലോ കൂട്ടിലായിരുന്ന പക്ഷിമൃഗാദികൾ സ്വതന്ത്രരാകും, അതേസമയം തന്നെ മനുഷ്യർ കൂട്ടിലായി പോകും. അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. അതൊക്കെ ഒരുപാട് ആസ്വാദികരായിട്ടുണ്ട് നമ്മുടെ സിനിമയിൽ. പിന്നെ ഒരു പ്രശ്നം തോന്നിയത് രണ്ടാം പകുതിയിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ആദ്യ പകുതി ഇത്തിരി വലിച്ചു നീട്ടിയ പോലെ തോന്നി. പ്രത്യേകിച്ച് ഒരു ചേസിങ് സീനൊക്കെ ഉണ്ട്, അതൊക്കെ ഒരുപാട് ആവർത്തനമായിട്ട് തോന്നി. അവയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ അനുഭവം നൽകാനായിട്ട് പെണ്ണും പൊറാട്ടിനും സാധിച്ചിട്ടുണ്ട്.